ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, അതിൻ്റെ അനന്തരഫലങ്ങൾ ഇതൊക്കെ നമ്മളിൽ പലരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിലും വീണ ബോംബുകൾ, അതിനോടനുബന്ധിച്ച് ജനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോഴും അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് പല യുദ്ധകഥകളും കേൾക്കാം. അപ്പോൾ കുവൈറ്റ് വാർ, അത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ആ കുവൈറ്റ് വാറിനെ പറ്റി ന്യൂസ് പേപ്പറുകളിലും ടി വിയിലും കണ്ടു. പക്ഷേ അന്ന് ആ കുവൈറ്റ് വാറിൽ കൂടെ ആ സമയത്ത് കുവൈറ്റിലുണ്ടായിരുന്ന ആ യുദ്ധത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവർ അനുഭവിച്ച യാചനകളും ബുദ്ധിമുട്ടുകളുടെയും കഥ. അതെ, ഒരു കുവൈറ്റ് വാറിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു കുടുംബത്തിൻ്റെ അല്ല, ഒരു കുടുംബത്തിലെ സഹോദരങ്ങളുടെ കഥ. 12 മക്കളിൽ മൂത്തവനായ മിസ്റ്റർ സോമൻ മത്തായി ഇന്ന് നമ്മളോട് വിവരിക്കും ആ കുവൈറ്റ് വാറും അതോടനുബന്ധിച്ച് നടന്ന സംഭവങ്ങളും. ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കാരണം, നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ നടക്കുവാണ്. യുദ്ധം ചെയ്യുന്നവർക്കും ഇഷ്ടമില്ല, അതോടൊപ്പം തന്നെ യുദ്ധത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾക്കും ആർക്കും യുദ്ധത്തിനോട് താല്പര്യമില്ല. പിന്നെ ആർക്കാണ് യുദ്ധം കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നത്? യുദ്ധം നമുക്കെല്ലാവർക്കും നാശനഷ്ടമേ സംഭവിക്കത്തുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന കുവൈറ്റ് വാറിൻ്റെ ഒരു കഥയാണ്.